ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മോൾ റോഡിലാണ്. നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലൊക്കെ തപ്പിയാണ്. ഇതാണ് നമ്മുടെ മോൾ റോഡ്. ഇതൊക്കെ നമ്മളിങ്ങനെ തപ്പി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഷോപ്പിങ്ങിന് ഇത് നമുക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇതല്ല ഫുള്ള് തണുത്ത സാധനങ്ങളുടെയും ഒക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കൂട്ടത്തിൽ നമ്മൾ മലയാളത്തിൽ. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർക്ക് കണ്ടോ, അത് നേച്ചർ പാർക്കാണ്. അത് എത്ര മണിക്ക് ഓപ്പൺ ആക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇനി ചോദിക്കാനുണ്ട്. पैराग्लाइडिंग है अभी? पैराग्लाइडिंग है ना ब्रदर? अभी पैराग्लाइडिंग का रेट कितने का है? पैराग्लाइडिंग का 2500 रुपये सर. 2500? हाँ जी. वहाँ पे आप ये यूज़ कर सकते हैं. साइड में आ जाओ. हाँ हाँ. 2500 मतलब 2500? यस. हाँ 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 हाँ. वो कितना टाइम के लिए? वो 15 मिनट के लिए है सर. 15 मिनट के लिए. हाई फ्लाई है, पूरा फ्लाई है. अच्छा अच्छा अच्छा. तो मैंने उधर बाइक जाता है किधर? सोलंग वाली? नहीं, उधर नहीं जाता बाइक. सोलंग वाली के सामने जाता है? अरे उधर पीछे रुकना पड़ेगा. वहाँ जो बर्फ है ना, वो स्किड कर जाता है. फिर उसके लिए आपको पुलिस वाला जाने नहीं देगा आगे के लिए. अच्छा अच्छा अच्छा. ऐसा रहता है. बर्फ है ना, स्नो है उधर. और एक्टिविटीज है ना वहाँ पे. स्कीइंग है, ट्यूब है, जिप लाइन, लंबी लंबी तो जिप उधर लाइन. तक जाएगा किससे? उधर जाएगा किस? ऑल्टो है ना, मेरा छोटा गाड़ी है, सस्ता पड़ेगा ऑल्टो. कितना है? 2000 रहेगा सर. आना जाना रहेगा, बाद में आपको यहीं ड्रॉप करेगा मार्केट में. वेट भी करेगा ना उधर. 1 घंटा 2 घंटा रुक सकता है उधर. स्नो में इंजॉय नहीं करता. कितना स्नो है उधर, कितना डूबेगा उधर. और इसमें वीडियो आपका नंबर कुछ है? नहीं, अभी चलो ना ब्रदर, अभी चलो. और बढ़िया नहीं, अभी मैं खाना खाया नहीं है. खाना है उधर. खाना ना ढाबा आगे, सस्ता ढाबा है, बढ़िया परोठा, मैगी, ऑमलेट, जो खाना आपने. नहीं, थोड़ा अच्छा खाने का है. अरे ब्रदर, अच्छा ढाबा है बोल रहा मैं. अच्छा नहीं, मैं क्या कहेगा. आपका नंबर कुछ है तो दे दो. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ്. ബ്രെഡ് പക്കോടയും സമൂസയും പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കാനായിട്ട് ഇരിക്കാം. അതല്ലോ, എന്തോ ഒരു ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. ബ്രെഡ് പക്കോട സമൂസയുടെ കാര്യം ഒതുക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കടകളൊക്കെ തുറന്നു വരുന്നതാണ്. ഇത്തിരി കൂടെ കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ റൊട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇപ്പം തൽക്കാല ഒരു ആശ്വാസത്തിന് ഇത് കഴിക്കാം. അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലും സോളാങ് വാലിയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മൾ നേരത്തെ ഞാൻ ചേട്ടനെ കാണിച്ചില്ലേ, ആ പുള്ളി വേറൊരു കൂട്ടായിപ്പോൾ കേട്ടോ, ബൈക്ക് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ നമ്മുടെ ഹോട്ടലിൽ ചേട്ടന്മാരോട് ചോദിച്ചപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കൊക്കെ കയറിപ്പോകും സോളാങ് വാലിയിലേക്കൊന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് റൂമിൽ ചെന്ന് ബൈക്ക് എടുത്തിട്ടൊന്ന് പോയി നോക്കാം അല്ലേ. ഓക്കെ, അതുവരെ നിങ്ങൾ Hey. मलयालिया यस. अभी कितना आगे हो रहे हैं? अभी 1.3 किलोमीटर दिखा रहा है. वो जो पूरा गार्डन जैसा है आगे है ना वो मालूम नहीं, मैं भी पहला बार आ रहा है. നിങ്ങൾ എവിടുന്നാ?
കാലിക്കട്ടാ ഞാൻ കൊല്ലം ആ ഒരു ഇതിപ്പോ 7ാമത്തെ ദിവസമാണ് ഇന്നലെ ഇവിടെ മണാലി എത്തി ഇന്നിപ്പോ കറങ്ങാൻ തുടങ്ങി സിംഗിള് സോളോ നിങ്ങളെങ്ങനെ ട്രെയിനില് എത്ര പേരുണ്ട് അജ്മീറിന് മണാലി വന്നേ ഞാൻ ഇപ്പൊ ഒരു 2-3 ദിവസം കഴിയുമ്പോ ഞാൻ വിടുന്നുണ്ട് രാജസ്ഥാന് അടിപൊളിയാണ്. എന്റെ ഒരു 30 ദിവസത്തെ പ്ലാനാ. ഇതിപ്പോ 7ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് 23 ദിവസം. ഇപ്പൊ താഴെ എത്താനുള്ളതുണ്ട്, ഓടിയെത്താനുള്ളതൊക്കെ ഉണ്ട്. നമ്മളിവിടം വരില്ല, നമ്മൾ റോത്താങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് ഫുള്ള് റോഡ് ക്ലോസ് ആന്ന് പറഞ്ഞു. ഞാൻ താഴെ അന്വേഷിച്ചപ്പം പറഞ്ഞ മഞ്ഞ് വീണ്ട് ഫുള്ള് റോഡ് ക്ലോസ് ആന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ടും കാര്യമില്ല. അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. ശരിക്കും എന്റെ പ്ലാൻ ലേ ലഡാക്ക് വിടാനായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ പ്ലാനായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണും സീനും ഒക്കെ ആയി പോകാൻ പറ്റില്ല. ഇനി പ്രശ്നം ടൈം കിട്ടിയപ്പോൾ ഇങ്ങനെ ചാടി. സോ അപ്പോൾ ശരിയാണ്. അത് മേളിലോട്ടല്ലേ എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. പാരാഗ്ലൈഡിങ് എല്ലാ സംഭവം മേളിലല്ലേ. സ്നോഫോള് കിട്ടിയില്ല. മേളിലുണ്ടാ? യാത്ര ഒരു സീനില്ല. ഇതിനേക്കാളും തണുപ്പ് എനിക്കൊന്ന് ഡൽഹിയിലുണ്ടെന്ന് ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂചി വെച്ച് ഞാൻ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. ലഗേജ് എല്ലാം റൂമിൽ വെച്ച് എന്നിട്ട് ഇത് എടുത്ത് എല്ലാം കാണാനായിട്ട് മണാലിയിലെ ഫസ്റ്റ് ഡേ. അതെ, ഞാൻ ഇന്ന് റൈഡ് വേണ്ടാന്ന് വിചാരിച്ചു, പിന്നെ ഇത് കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല. ശരിയെന്നാ നിതിൻ. ആ താങ്ക് യു. ഓക്കെ. आगे बंद है। हाँ उधर पार्क कर सकता है ना। लेना बेटा जूता कपड़ा वगैरह हेलमेट वगैरह पूरा रखो हमारे पास। रखने का है, रखने का है। हाँ? रखने का है। कितने का है? 250 का है पूरा सेट। कितने का है? 250 का पूरा सेट का। पूरा सेट का। ओके किधर है? हाँ मेरे पास അപ്പോൾ നമ്മൾ പാരഗ്ലൈഡിംഗ് എത്തിയത് അതാണ്. പാരഗ്ലൈഡിങ്ങിൻ്റെ കൗണ്ടർ 3200 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ എന്താ 100 രൂപയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്ന് സെറ്റാവട്ടെ, സെറ്റായിട്ട് നമുക്ക് കാണാം. ഓക്കെ.
നമ്മൾ നമ്മുടെ പാരാഗ്ലൈഡ് ചെയ്ത് റോപ്പയുടെ പാസ് എടുത്ത് നമ്മൾ മേളിലോട്ട് പോവുകയാണ്. അതായത് പാരാഗ്ലൈഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് तब क्या आधे घंटे मरती ना जब आप आए थे तो मरना चाह आपका नाम क्या है? रमेश ठाकर। आप अभी कितना साल से इधर पैराग्लाइडिंग कर रहे हैं? 30 साल है सर। 30 साल। ठीक है। हाई फ्लाई तो कितना हाइट तक जाता है? 5 चलो अभी तो नहीं जाता है, लेकिन जब गर्मी टाइम होता है उस टाइम। हाँ, तो अभी हम लोग कितना हाइट तक जाए? अभी तो सर उसी के लेवल में जो अच्छा। टेक ऑफ रहेगा उसके लेवल में आज तक। हाँ, अगर समर है तो? समर फिर तो आप कहीं भी जा सकते हो, पहाड़ पर। अच्छा अच्छा. നമ്മുടെ പുള്ളി ഫോളോ ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ഫുൾ റൈഡ് റെഡി ആയിട്ടിരിക്കുന്നു. വേണ്ടില്ലേ ഫുൾ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷേ കാലാവസ്ഥ ശരിയല്ല. ഒന്നുണ്ടോ അവിടെ സ്നോഫോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം ഫ്ലൈ ചെയ്യത്തില്ല. അതൊന്ന് കുറഞ്ഞതിന് ശേഷമേ ഫ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് നോ ഐഡിയ. ഓക്കെ. എൻ്റെ പൊന്നു താഴത്തെ വ്യൂ ഒക്കെ ചുമ്മാ പൊള്ളിയാട്ടോ. നിങ്ങളൊന്ന് കാണും. ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. എന്നാൽ പേടിയേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആണ്. എൻ്റെ ഫസ്റ്റ് കുറേ നാളത്തെ ठीक है सर। ओके. मैं कुछ नहीं करता. हाँ, ऊपर रखना ऐसा ओके. ലാൻഡ് ആയിരിക്കണം. ഇനി അവരെ അയച്ചു വിടുന്നു. വെയിറ്റിംഗ് ആണ്. ഓക്കെ. और हो गया. ओके सर, छोड़ दो. ओके सर. ओके. फोटोज है कितने का? 300 का ऑल पिक्स. ऑल पिक्स 300 का. 20 पिक्स है. हाँ. ये ऑल पिक्स मिलेंगे सेल फोन में. ओके. तो वो किधर से मिलेगा? यही आपके सेल फोन में ट्रांसफर होंगे. ओके ओके. तो ट्रांसफर करके दे दो.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അടിപൊളിയായിരുന്നു. നല്ല ഇടുക്കത്തെ വ്യൂ ആയിരുന്നു. നേരെ ആണെങ്കിൽ ലാസ്റ്റ് കുറേ സിക്സാഗ് അടിച്ച്. പക്ഷേ നൈസ് ഒരു പണി കിട്ടി. ലാൻഡ് ചെയ്യാൻ നേരത്ത് ഷൂസിൻ്റെ ഉള്ളിലെല്ലാം ഐസ് പോയി. ഇപ്പം മാരക തണുപ്പ്, കാലൈസ് പിടിച്ചിരിക്കുകയാണ്. ഗംബൂട്ടാണ് ഇട്ടേക്കുന്നത്, പക്ഷെ നോ രക്ഷ. അയ്യോ ഓക്കെ. എന്നിട്ട് പോകാ ഇവിടെ കാലാവസ്ഥ മാറി തുടങ്ങും. ഒരു സ്നോഫോൾ വരാൻ പോവാണെന്ന് തോന്നുന്നു. പിന്നല്ലേ നോക്കി എന്താ കാല് കുഴിഞ്ഞു പോയി. हाँ भाई फील तो नहीं करना गोप्रो അടിപൊളി. ഞാൻ ജെറ്റ്സ്കിയുടെ നോക്കി. ജെറ്റ്സ്കി 500 രൂപയാണ്. പക്ഷെ അവർ ഓടി നമ്മൾ പറയുന്നത് അത് നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. സ്കീയിങ് പിന്നെ താഴെ ഈ സ്കീയിങ് വീണ്ടും നല്ല രീതിക്ക് സ്കീ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ വീണ്ടും കോൺട്രോളിൽ എടുത്ത് പോകണം. പക്ഷെ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, ചെയ്യാതിരിക്കുന്ന നല്ലത്. ഇവിടെയുള്ളവരെ മാത്രമല്ല നിങ്ങൾ സോക്സ് മേടിച്ചു. മറ്റേ സോക്സ് മൊത്തത്തിൽ നനഞ്ഞു പോയി. അപ്പോൾ നമ്മൾ കാര്യം ഭയങ്കര പുതിയ സോക്സ് എടുത്തിട്ട് 100 രൂപ ചൂടായി തുറന്നു. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ട് പോകുന്നത്. ഓക്കെ, താഴെ വെയിലും വെച്ചിരിക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടിയുടെ നമ്പർ കണ്ടിട്ട് 2 മലയാളി പയ്യന്മാർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. ആദിലും ഫുവാദും. സംസാരിച്ചിരുന്നപ്പോൾ അവന്മാർക്ക് നല്ല അടിപൊളി ഒരു റൂട്ട് അറിയാമെന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ അവന്മാരെ ഫോളോ ചെയ്ത് ചെറിയൊരു ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് മോൾ റോഡിലോട്ടുള്ള വഴിക്ക്. ഒരു ഫോട്ടോ വെച്ചാലോ? അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5:45 6 മണി ആവുന്നു. ഇവിടെ 6 മണിക്ക് ശേഷം കർഫ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളെയും കൊണ്ടൊന്ന് കാണിക്കാനാണ്. ഇത് കണ്ടില്ലേ, തുണി ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതേ നടക്കും. രാവിലെ ഇവിടെ ഈ സെറ്റപ്പ് ചെയ്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ രാവിലെ ഞാൻ ഇറങ്ങുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ ഫ്യൂസ് പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇറങ്ങിയതിന് ശേഷമൊക്കെയാണ് ആൾ വന്ന് ശരിയാക്കിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ തൽക്കാലത്തേനും ഇതെല്ലാം ഓഫാക്കി ഇട്ടിട്ട് പോയി. ഇനിയിപ്പം ഇരുന്ന് ഉണക്കിയെടുക്കണം. എല്ലാം നനഞ്ഞിരിക്കുക, കഴുകിയിട്ട് അതേപോലെ കിടക്കുക. അവിടുത്തെ തണുപ്പടിച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചു വിട്ട് തന്തൂരി ചുടുന്ന പോലെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞിട്ട് മിക്കവാറും ഇന്ന് നമ്മൾ കാണില്ല. നാളത്തെ പ്ലാന് അപ്പോൾ നമ്മൾ ഇന്ന് മീറ്റാക്കിയുണ്ടല്ലോ ഫുവാദും ആദിലും. ചിലപ്പോൾ അവരുമായിട്ട് ചിലപ്പം ജോഗിന് പോകും. എന്താണെന്ന് അറിയില്ല കൃത്യമായിട്ട്. എന്തായാലും ഇപ്പോൾ നൈറ്റിൽ അവന്മാരുമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അവന്മാരത്തും കൂടെ സംസാരിച്ചിട്ട് എന്തെങ്കിലും നൈസ് പ്ലാൻ സെറ്റാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പം ഞാൻ ബാക്കി തുണിയും കൂടെ ഉണക്കട്ടെ. ഇതിപ്പോൾ സോക്സേ ആയിട്ടുള്ളൂ. ഇനി ടീഷർട്ടുണ്ട്, നിക്കറുണ്ട്, കർച്ചീഫുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഓക്കെ.